അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും രഞ്ജിത്ത് ഡയറീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെന്നുള്ള തെള്ളിയൂർക്കാവ് ഭാഗക്ഷേത്രം ഇവിടെ ഈ വൃശ്ചികവാണിപ്പം നടക്കും. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ വീട് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീട്ടിലേക്ക് സ്വാഗതം. തെള്ളിയൂർക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോടൊപ്പമുള്ളതാണ് തെള്ളിയൂർ വൃശ്ചികവാണിപ്പത്തിൻ്റെ കഥ. ജാതിയുടെ പേരിൽ പല ആളുകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ആ സമയത്ത് തെള്ളിയൂർക്കാവ് ഭഗവതിയെ കാണുവാനും പ്രാർത്ഥിക്കാനുമായി ധാരാളം ആളുകൾ എത്തുമായിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശനം വിലക്കപ്പെട്ടിരുന്ന സമയത്തും അവർണരെന്ന് വിശേഷിക്കപ്പെട്ടിരുന്നവർക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം ദേവിക്ക് കാണിക്ക അർപ്പിക്കുവാൻ ക്ഷേത്രത്തിലെ ആൽത്തറയിൽ ഒന്നിച്ചു കൂടുന്നതിന് അനുമതിയുണ്ടായിരുന്നു. ആ സമയത്ത് കാള, തേര തുടങ്ങിയ കെട്ടുകാഴ്ചകളും വാണിയൻതുള്ളൽ പോലുള്ള കലാരൂപങ്ങളും ക്ഷേത്രത്തിൻ്റെ വെളിയിൽ അരങ്ങേറിയിരുന്നു. അതോടൊപ്പം ആളുകൾക്ക് ദേവിക്ക് നൽകുവാൻ തങ്ങളുടെ അധ്വാന ഫലവും കാർഷിക വിളകളും ഒക്കെയും കൊണ്ടുവരുമായിരുന്നു. അത് പിന്നീട് തെള്ളിയൂർ വൃശ്ചികവാണിപ്പമായി മാറുകയുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊന്ന് കമൻറ്റ് ചെയ്യണം. ക്ഷേത്ര പരിസരങ്ങളിൽ മത്സ്യവില്പന കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യമാണിത്. ആളുകൾ തങ്ങളുടെ കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നത്. അരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണക്കസ്രാവിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. തങ്ങളുടെ അധ്വാന ഫലമായി ഉണക്കസ്രാവിനെ ദേവിക്ക് സമർപ്പിച്ചിരുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ സ്രാവ് വിൽപ്പന നടക്കുന്നത്. ഉണക്കസ്രാവിൻ്റെ വില കിലോയ്ക്ക് ഏകദേശം 400 രൂപയോളം വരുമെങ്കിലും ഇവിടെ എത്തുന്ന ആളുകൾ ആചാരത്തിൻ്റെ ഭാഗമായി സ്രാവിനെ വാങ്ങിക്കൊണ്ടുപോകും. എത്ര വില കൊടുത്തും ഉണക്കസ്രാവിനെ വാങ്ങുന്നവരാണ് ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഈ ഉണക്കസ്രാവ് വിൽപ്പന. വേണ്ടേ വീഡിയോ കഴിക്കത്തില്ലേ? നമ്മുടെ നിങ്ങൾ വീഡിയോ കഴിക്കും. വീഡിയോ ശാലം കൊടുത്താൽ നിങ്ങൾ വീഡിയോ. പരവനൂരിൽ ഭഗവതി പറമ്പിൽ കുടുംബമാണ് തെള്ളിയൂർ മേളയുടെ പ്രധാന നടത്തിപ്പുകാർ. മലപ്പുറം താലൂക്കിലെ ഒരു കൊച്ചു ഗ്രാമമായി ഇവിടം പുറലോക പറയുന്നത് തെള്ളിയൂർ വൃശ്ചികവാണിപ്പത്തിൻ്റെ പേരിലാണ്. ക്ഷേത്രങ്ങളും വെള്ളച്ചാട്ടവുമാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത. പച്ചപ്പും ഗ്രാമീണ ഭംഗിയും ഒത്തുചേർന്ന തനി പത്തനംതിട്ട ഗ്രാമങ്ങളൊന്നാണ് തെള്ളിയൂർ. ജാതിമത വ്യത്യാസമില്ലാതാണ് 10 ദിവസത്തെ ഈ മേളയിലേക്ക് ആളുകൾ എത്തുന്നത്. ആദ്യകാലങ്ങളിൽ സാധന കൈമാറ്റ വ്യവസ്ഥയായിരുന്നു ഇവിടെ നിലനിന്നത്. വായിനകത്തോട്ട് പോവാം. അങ്ങോട്ടല്ലേ ഇതുവഴി അങ്ങോട്ട് പോവാം. തിരിച്ചു വയ്ക്കാം. ഏതാ വേണ്ടേ? തല വെക്കുന്നോ? ഏതാ വേണ്ടേ? ഇതോ 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 അതല്ല, അതാ വേണ്ടേ? എത്രയാണ്? 80. വന്നണ സാധനം മതി. മറ്റേ സാധനം കരിപ്പെട്ടി വാങ്ങിയത് അനുമാർക്കല്ലേ? ഏതാ നോക്കേ. ഉണക്കസ്രാവിൻ്റെ വിൽപ്പന മാത്രമല്ല ഇവിടെ ഉള്ളത്. മൺപാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും പിന്നെ ഈറ്റയിലുണ്ടാക്കിയ മുറവും കുട്ടയും ഒക്കെ കാർഷികോപകരണങ്ങളും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ടാവും. കത്തിയും ചിരവയും ഭരണിയും മെതിയടിയും വെട്ടുകത്തി, അരിവാൾ, തൂമ്പ, മൺവെട്ടി, കോടാലി, തൂമ്പാക്കൈ എന്നിവയൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ടാവും. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വില വെച്ച് വാങ്ങാം എന്നത് ഇവിടുത്തെ വളരെ പ്രത്യേകതയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശോക്തിയില്ല. നവംബർ മാസത്തിലെ 3ാമത്തെ ആഴ്ചയിലാണ്. 3ാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ വൃശ്ചിക 1 മുതൽ 10 ദിവസത്തേക്കാണ് ഈ ഒരു വൃശ്ചികവാണിഭം നടക്കുന്നത്. പിന്നെ ഇവരോട് എത്തിച്ചേരേണ്ട റൂട്ടെന്ന് പറയുന്നത് തിരുവല്ല പത്തനംതിട്ട റോഡ്. തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ തിരുവല്ല പത്തനംതിട്ട റോഡിൽ ഇരുവേര് വരുന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് വെണ്ണിക്കുളം വഴി നിങ്ങൾക്ക് അതായത് ഇരുവേരിൽ നിന്ന് റാന്നി പോകുന്ന വഴി നിങ്ങൾക്ക് വെണ്ണിക്കുളം വന്ന് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും.
റാന്നിയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേ. കണ്ടോ കണ്ടോ ചെടിയുടെ എല്ലാം നോക്കിയോ, കാര്യമായിട്ടൊന്നും ഇല്ലെന്ന്. ഇവിടുത്തെ മെയിനായിട്ട് ഇതാണ് ഈ മീൻ. അത് നോക്കരുത്. ഇവിടെ ഒരുപാടുണ്ട്. നമുക്ക് വില വയ്ക്കാം. നമുക്ക് ആദ്യം അവിടെ വരെ കൊടുക്കുമ്പോൾ അമ്പലം നാളെ അടുത്തില്ല കേട്ടോ. നിങ്ങൾ അത് പകരല്ലേ നിങ്ങളന്ന് വന്നേ? ചെടിച്ചട്ടി 6 വന്നു 5 ആ നമുക്ക് അമ്പലത്തിൽ എവിടെ പോയിട്ട് എന്നിട്ട് അമ്മല വേണം നോക്കാം, ഉണ്ടോ നോക്കാം. അപ്പം ഞങ്ങളിവിടെ എത്തിയത് വൈകിട്ട് 7 മണിക്കാണ്. അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് കടകളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഉണക്കസ്രാവാണ്. ഉണക്കസ്രാവിന് ഏകദേശം വില 350 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 1 കിലോ ഉണക്കസ്രാവൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം. അപ്പോൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അത്യാവശ്യം വില വെച്ച് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതോ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തായതൊന്ന് പരിഗണിക്കണേ എല്ലാവരും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുള്ള അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ദിസ് ഈസ് രഞ്ജിത്ത് ആൻഡ് കാശിക്കോട്ടൻ സൈനിങ് ഓഫ്.